ഞെട്ടിക്കുന്ന ഓരോ കാര്യങ്ങളാണ് എമ്പുരാനുമായി ബന്ധപ്പെട്ട് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എമ്പുരാന്റെ ഫാൻ ഷോകളുടെ എണ്ണം കേട്ട് തകർന്നിരിക്കുകയാണ് മറ്റു ചില ആരാധകർ. മോഹൻലാൽ ആരാധകർ ഇത് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. എമ്പുരാന് ഫാൻ ഷോകളൊക്കെ വരുന്നത് അന്യ രാജ്യങ്ങളിലാണ് എന്നതാണ്. ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. സൗദിയിലൊക്കെ ഫാൻ ഷോ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഗംഭീര വാർത്തകൾ പങ്കുവെക്കുകയാണ്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാൻ ഷോ ആണ് സൗദി അറേബ്യയിൽ സംഘടിപ്പിക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ഫാൻസ് തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തി ഇന്നേ ദിവസം. അങ്ങനെ നിരവധി ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്ത്യ ആകെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. ഇപ്പോഴത്തെ എമ്പുരാന്റെ വിദേശത്തെ റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ് എന്ന വാർത്തകളും എത്തി. ഇതുവരെ മലയാള സിനിമ നേടിയതിനേക്കാൾ ഒരു റെക്കോർഡ് തുകയ്ക്ക് ഫാർ ഫിലിംസ് ആണ് റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫാർ ഫിലിംസ് ആണ് എമ്പുരാനെ വിദേശത്ത് എത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് മികച്ചത് തന്നെയെന്ന് പ്രേക്ഷകർ അനുമാനിക്കുമ്പോൾ അതൊരു റെക്കോർഡ് തുകയ്ക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങളും എമ്പുരാനുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുമുണ്ട് ആരാധകർക്കിടെ. അതിനൊപ്പം തന്നെ എമ്പുരാന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എത്തിയ സായിദ് മസൂദിന്റെ ചെറുപ്പം അവതരിപ്പിക്കുന്ന കാർത്തികേയ ദേവിന്റെ ക്യാരക്ടർ പോസ്റ്റർ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. കാരണം പൃഥ്വിരാജിന്റെ മികച്ച ഒരു ചെറുപ്പകാലം കാർത്തികേയ ദേവ് ഭദ്രമാക്കും എന്നുറപ്പാണ് എന്ന് പറയുമ്പോൾ സലാറിൽ നമ്മൾ കണ്ടതാണ്. അത് ഏറ്റവും മികച്ച കാസ്റ്റിംഗ് ആയിരുന്നു. ആ പയ്യൻ തന്നെ എമ്പുരാനിലും എത്തിയിരിക്കുകയാണ്. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത് തുടരുകയാണ്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സായിദ് മസൂദിന്റെ കുട്ടിക്കാലം അവതരിപ്പിക്കുന്നത് കാർത്തികേയ ദേവ് ആണ്. കാർത്തികേയ ദേവിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. നേരത്തെ പ്രഭാസ് പ്രശാന്ത് നീൽ ടീമിന്റെ സലാറിലും പൃഥ്വിയുടെ ചെറുപ്പകാലം കാർത്തികേയ ദേവ് അവതരിപ്പിച്ചത്. എമ്പുരാന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷം കാർത്തികേയ ദേവ് പങ്കുവച്ചു. സായിദ് മസൂദിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് പൃഥ്വി സാർ പറഞ്ഞു തന്നു. ഓരോ സീനിലും ഞാനത് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കാർത്തികേയ പറഞ്ഞു. പിന്നെ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എമ്പുരാനിലും സത്യാന്വേഷകനായി എത്തുന്ന ഇന്ദ്രജിത് സുകുമാരനെയാണ്. സ്റ്റീഫൻ ആരാണെന്നും അയാളുടെ ഭൂതകാലം എന്താണെന്നും അറിയാനുള്ള യാത്രയിലെ കണ്ടെത്തലുകളുമായി ഗോവർദ്ധൻ എമ്പുരാനിൽ തുടരും എന്ന് ഇന്ദ്രജിത്ത് പറയുകയും ചെയ്തു. ഓരോ കഥാപാത്രങ്ങളും എങ്ങനെ നടക്കണം എന്ന് പോലും പൃഥ്വിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളായിരുന്നു. സംവിധായകൻ ചിത്രത്തെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ പകുതി പണി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനെന്നും പൃഥ്വി നല്ലൊരു സംവിധായകനാണെന്നും ഇന്ദ്രജിത്ത് അനുജനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ കേട്ടത്. പിന്നെ എമ്പുരാന്റെ ക്യാരക്ടർ പോസ്റ്ററിൽ എത്തിയിരിക്കുന്നത് ഗോവർദ്ധന്റെ ക്യാരക്ടർ പോസ്റ്ററാണ്. പുതിയ വെളിപ്പെടുത്തലുകളുമായി ഇത്തവണ ഗോവർദ്ധൻ എത്തുമ്പോൾ ഗോവർദ്ധൻ പോലും അന്വേഷിക്കാത്ത ചില ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്നാണ് വാക്കുകളും. പിന്നെ നമ്മുടെ മുന്നിൽ എത്തിയത് സാക്ഷാൽ ഞെട്ടിപ്പിക്കുന്ന ഹോളിവുഡ് താരം കൂടിയായിരുന്നു. അത് വലിയ രീതിയിൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. എമ്പുരാനിലെ 7ാമത്തെ കഥാപാത്രം ആയി എത്തുന്നത് ജെറോം ഫ്ലിൻ ആണെന്ന വിവരം എത്തിയപ്പോൾ ഇനിയാണ് ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കാൻ പോകുന്നത് എന്ന് പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണ് പ്രേക്ഷകർ. എന്താണ് പൃഥ്വി നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്നാടാ പണി വെച്ചിരിക്കുക എന്നൊക്കെയായിരുന്നു പൃഥ്വിയെ കുറിച്ച് പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നത്. പൃഥ്വിയുടെ വിഷ് ലിസ്റ്റിലുള്ള ചില നടന്മാരും നടിമാരും ഒക്കെ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. ഇനിയാണ് എമ്പുരാനിലെ യഥാർത്ഥ വില്ലൻ കഥാപാത്രം എത്തുന്നത് എത്രമാത്രം ഞെട്ടിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഡോൺ ലീയുടെ പേരൊക്കെ ഇതിനോടകം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ജെറോം ഫ്ലിൻ എന്ന താരത്തെ മലയാളികൾക്ക് നന്നേ അറിയാം. കാരണം ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് ഒക്കെ ഇവിടെ വലിയ ഹിറ്റായിരുന്നു. ആ സീരീസിലെ താരം ജെറോം ഫ്ലിൻ എത്തുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. കഥാപാത്ര വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ വേഗം തന്നെ ഇദ്ദേഹം മലയാളികൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞു. ഗെയിം ഓഫ് ത്രോൺസിൽ ബ്രോൺ എന്ന കഥാപാത്രമായി അദ്ദേഹം എത്തി വലിയ ആരാധക ശ്രദ്ധ നേടുകയും ചെയ്തു. ബോറിസ് ഒലിവർ എന്ന കഥാപാത്രത്തെയാണ് എമ്പുരാനിൽ ജെറോം ഫ്ലിൻ അവതരിപ്പിക്കുന്നത്. ജോൺ വിക്കിലും കൂടാതെ മലയാളികൾ കണ്ട നിരവധി ഹോളിവുഡ് ചിത്രങ്ങളിലും ഇദ്ദേഹം ഭാഗമായിട്ടുണ്ട്.